പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള എക്സ്പോ ഒന്നാം ദിവസം ആരംഭിച്ചപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്കാണ് ഒന്നാം ദിവസത്തെ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് വൈകുന്നേരം 5 മണി കഴിഞ്ഞ ഒരു സമയത്താണ്. ഇപ്പോഴും നമുക്ക് എൻ്റെ പിറകിൽ എക്സ്പോ പവലിയൻ്റെ മുൻപിലേക്ക് നമുക്ക് നോക്കിയാൽ 100 കണക്കിന് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് സുപ്രഭാതത്തിൻ്റെ ഈ ഒരു വാർത്താ അപ്ഡേഷനിൽ എൻ്റെ കൂടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റൊരു ആളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. സുപ്രഭാതത്തിൻ്റെ സബ് എഡിറ്റർ കൂടിയായിട്ടുള്ള സലാഹുദ്ദീൻ കൂടി ഇനി നമ്മുടെ കൂടെ ഈ യാത്രയിൽ സുപ്രഭാതത്തിൻ്റെ ഈ റിപ്പോർട്ടിങ്ങിൽ നമ്മളുണ്ടാകും. സലാഹു, പുണിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്താണ് ആദ്യത്തെ കാഴ്ച, എന്താണ് തോന്നുന്നത്? അത് ഞാനിങ്ങനെ നമ്മുടെ ഈ എക്സ്പോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു വർക്ക് ഫ്ലോ ആദ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം കൃത്യമായ ദിവസങ്ങളിൽ ക്യാമ്പ് എക്സ്പോൻ്റെ സ്റ്റോളുകളുടെ പണി നടക്കുന്നു. അതുകൂടാതെ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ വരുന്നു. ഒരു ദിവസം 10,000 ആളുകൾ എന്ന് പറയുന്നു. എന്നാൽ ആ ഒരു കാഴ്ചയല്ല ഇവിടെ വരുമ്പോൾ കാണുന്നത്. കാരണം 10,000 ആളുകളല്ല ഇന്നത്തെ കണക്ക്. ഇന്നത്തെ കണക്ക് 25,000 ഇതുവരെ കയറി കഴിഞ്ഞു. ഞാൻ പറയുന്നത് വൈകിട്ട് 5:30 മണിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 10,000 ആളുകൾ അത്രയും വലിയ ക്യൂ അപ്പുറത്ത് നിൽക്കുന്നത്. നമ്മൾ സ്ത്രീകളെ കാണിക്കുന്നതിൽ ചില പരിമിതികളിലോട് അത് കാണിക്കാതിരിക്കാം. പക്ഷേ ഇത്രയും വലിയ ക്യൂ ഇവിടെ ഉണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ ക്രൗഡ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യൽ ഭയങ്കര ഇഷ്ടം. കാരണം നമ്മളിപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് കുറേ വിഷയങ്ങളായിട്ട് ക്രൗഡ് ഉണ്ടാകുമ്പോൾ നിയന്ത്രണാതീതമായിട്ട് ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ കണ്ടു. അത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മളുടെ ഒരു ടെൻഷനും കൂടിയാണ്, വലിയ ടെൻഷനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ആ ഒരു ടെൻഷൻ ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്ന അവിടെ നമ്മൾ പറയുന്നത് അതാണ് സ്ലാവ് പറയാൻ പോകുന്നത്, ലേഡീസ് വളണ്ടിയേഴ്സിനെ കുറിച്ചായിരിക്കും. കാരണം ക്രൈസിസ് മാനേജ്മെന്റ് നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള പെൺകുട്ടികൾ, ഈ പവലിയനകത്തൊന്നും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാം നിയന്ത്രിക്കുന്നത് പെൺകുട്ടികളാണ്. അതുപോലെ ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഇവർ കൂടി അതിലേക്ക് ഒരു പര്യാപ്തതയിലേക്ക് കൈവരുന്നു എന്നുള്ളത് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച കൂടിയായിട്ടാണ്. അതാണ് ഇത്രയും ഒരു നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു 5-6 ഏക്കർ സ്പേസിലാണ് എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ ഇത്രയും വലിയ ക്രൗഡ് വരുന്നുണ്ട്. ശരിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അത് ക്രൗഡ് തന്നെയാണ്, ഒരു വലിയ ആൾക്കൂട്ടമാണ്. പക്ഷേ ഇതിനെ മാനേജ് ചെയ്യലാണ്. എത്ര വലിയ ആൾക്കൂട്ടം ഏത് സ്പേസിൽ വന്നാലും അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് സ്ത്രീകൾ കൃത്യമായ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിദ്യാർത്ഥികളാണ്, സ്ത്രീകളുണ്ട്, ഉമ്മമാരുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുള്ളതാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു നമ്മൾ ഇവിടുത്തെ എക്സ്പോയുടെ കമ്മിറ്റിയെ അത് എടുത്തു പറയുകയും അഭിനന്ദിക്കുകയും എസ് വി മുഹമ്മദ് അലി മാഷിന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ഷഫീഖിന്റെ നേതൃത്വത്തിൽ, ഹക്കീം ഫൈസിയുടെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എണ്ണി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന പേരുകൾ നമ്മൾ ആരെങ്കിലും മിസ്സായി പോയിട്ട് അത് ക്ഷമിക്കുക. അപ്പോൾ അതൊരു കൃത്യതാണ്. കാരണം നമ്മൾ ഇത് ആദ്യ ദിനമാണ്, ശരിക്കും പൊതുജനം വരുന്ന ആദ്യ ദിനമാണ്. ഈ ആദ്യ ദിവസം പോലും നമുക്ക് വളരെ വൃത്തിയായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസത്തെക്കുറിച്ച് ആശങ്കയില്ല. കാരണം ഇതിലും വലിയ വളണ്ടിയറുടെ സംഘം ഇറങ്ങാൻ പോകുന്നു. കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിന് വലിയ സംഘങ്ങൾ വരുന്നു. അപ്പോൾ കൃത്യമായ കുറേ കൂടി നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് വരും. എല്ലാ ദിവസവും എത്ര വലിയ ആൾക്കൂട്ടം ഈ കുണിയയിലേക്ക് എത്തിയാലും ഇത് മാനേജബിളാണ്. അത് മാത്രമല്ല, ഈ ഒരു സ്ത്രീകളുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും, കർണാടകയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമസ്തയുടെ സമ്മേളനത്തിന് ഈ കുണിയയിലേക്ക് ഇനി എത്ര ലക്ഷം ആളുകൾ എത്തുമെന്നാണ്. കാരണം സമസ്ത വിളിച്ചപ്പോൾ ഓരോ അടുക്കളയിലും അല്ലെങ്കിൽ ഓരോ വീടകങ്ങളിലുമുള്ള സ്ത്രീകൾ സമസ്തയുടെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടി വരുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഹൃദയത്തിനകത്ത് സമസ്ത എന്ന് പറയുന്നൊരു വികാരം അത് നാളെയുടെ തലമുറക്ക് അവർ പകർന്നു കൊടുക്കും. ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണല്ലോ കുട്ടികളൊക്കെ അറിവും അതവും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവിലേക്ക്, സമസ്ത എന്ന് പറയുന്ന വികാരത്തിലേക്ക് ഓരോ വീടകങ്ങളും മാറുന്നു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സ്ത്രീകൾ വരുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ആണുങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പോക്കോ എന്തിന് പോവുകയാണെങ്കിലും ഒരു സമ്മേളനത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവർ വരുമ്പോൾ അങ്ങനെയല്ല. ഇവർ കുട്ടികളുണ്ട്, അടുത്തൊരു തലമുറ ഇവരുടെ കൂടെ വരുന്നുണ്ട്, ഒരു ജനറേഷൻ വരുന്നുണ്ട്. അതൊരു വലിയ കാഴ്ചയാണ്. കാരണം അടുത്ത ജനറേഷന് അവർ ചെറുപ്പത്തിൽ അവരെ കാഴ്ചയിലുണ്ട് സമ്മേളനം എന്താണ്. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സമ്മേളനങ്ങളുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആരുടെയും കൂടെയൊക്കെ പോയി കണ്ടിട്ടുള്ള സമ്മേളനം അതൊരു വലിയ ഇതാണ്. കാരണം നമ്മളടുത്ത് ഈ പ്രായത്തിൽ നമ്മളൊരു സമ്മേളനം കാണുമ്പോൾ അത് മനസ്സിലേക്ക് വരുന്നു, ആ ഓർമ്മയുണ്ടാകുന്നു. അപ്പോൾ അത് സമസ്തയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു
വേദിയാകുന്നു. സംസ്കൃത വിദ്യാഭ്യാസ മേഖലയിലുള്ള മതപരമായ മേഖലയിലുള്ള എല്ലായിടത്തും എന്താണ് ഇടപെടൽ നടത്തുന്നുള്ളത് കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അറിയാനുള്ളൊരു സാധ്യത കൂടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ഇതിനകത്ത് കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് ഓഫീസ് സംവിധാനങ്ങളും ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ രൂപപ്പെട്ടു, ആര് രൂപപ്പെടുത്തി എന്നതൊക്കെ ഉണ്ട്. ഒന്ന് അത് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഇവിടെ വലിയ മറ്റ് സംവിധാനങ്ങളുണ്ട്. ഹോസ്പിറ്റൽ പോലെ മറ്റ് അനേകം സർവീസുകൾ പോലെ ടെക്നിക്കൽ സംവിധാനങ്ങൾ പോലെ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിൽ നിർബന്ധമായും കാണിക്കേണ്ടതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ സംവിധാനം. കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ അവരെങ്ങനെ എന്തെങ്കിലും ആളുകൾ തലകറക്കം ഉണ്ടാവാം, മറ്റ് ക്ഷീണങ്ങൾ ഉണ്ടാവാം, വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. ആദ്യം തന്നെ എനിക്ക് കാണിക്കേണ്ട സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ഹോസ്പിറ്റൽ. അവിടെ പോകാം. ശരി. നമ്മൾ എക്സ്പോയുടെ ഈ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സർവീസ് ഉണ്ട്. അത് ഹോസ്പിറ്റൽ ആൻഡ് ആംബുലൻസ് സർവീസുകളാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 25,000-ഓളം ആളുകൾ വൈകുന്നേരം ഒരു 5 മണിയോടടുപ്പിച്ച് ഇതിനകത്ത് കയറി കഴിഞ്ഞു. ഇനിയും ഒരു 10,000-15,000-ഓളം ആളുകൾ കയറാൻ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ. അപ്പോൾ ഇവരിൽ പലരും നീണ്ട ക്യൂകളുണ്ടായിരുന്നു, കിലോമീറ്ററോളം അല്ലെങ്കിൽ മീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ, നല്ല ഉച്ചവെയിൽ ഒക്കെ ഏറ്റ ആ സമയത്തൊക്കെ തളർച്ച അനുഭവപ്പെട്ട ആളുകളുണ്ട്. തലവേദനയോ തലകറക്കമോ ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ കാണിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മികച്ച സർവീസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും അവരെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 2 ഹോസ്പിറ്റൽ നമ്മളിവിടെ പ്രവർത്തിക്കുകയാണ്. ഒന്ന് ആസ്ട്രോമിംസും അതോടൊപ്പം തന്നെ CM ഹോസ്പിറ്റൽ ചേർക്കളയുമാണ്. ഈ 2 സർവീസും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15ഓളം ബെഡ് സൗകര്യം, അതോടൊപ്പം തന്നെ CPR ഉൾപ്പെടെ നൽകുന്ന സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ട് നഴ്സുമാരുടെ സപ്പോർട്ട്, ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് പോയി കണ്ടുകൊണ്ട് അതോടൊപ്പം ആ ഒരു സർവീസ്, കാരണം മറ്റ് സംവിധാനങ്ങൾക്കകത്തൊക്കെ അത് അത്ര തന്നെ ഈ ഒരു സൗകര്യത്തോടു കൂടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത കാലത്തായിട്ടുണ്ടായ ചില വാർത്തകളൊക്കെ. അപ്പോൾ എപ്പോഴും എന്തിനെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. കാരണം ഒരു മഹാസമ്മേളനം നടക്കുന്നു, വലിയ ക്രൗഡ് വരുന്നു, എന്തിനേയും മുൻകൂട്ടി കാണുക എന്നുള്ളത് വളരെ ഒരു മികച്ച സംഘാടനത്തിൻ്റെ കൂടി തെളിവാണ്. അപ്പോൾ നമ്മൾ കാരണം ആളുകൾ വരും, എക്സ്പോ ഒക്കെ ആകുമ്പോൾ ക്യൂ നിന്നിട്ട് കാണേണ്ടതാണ്. കുറേ സമയം വെയിലുണ്ട്, കാരണം നല്ല ചൂടാണ് പകൽ സമയത്തൊക്കെ. അപ്പോൾ വെയിൽ സ്വാഭാവികമായിട്ടും ക്ഷീണം അനുഭവപ്പെടാം, അതുപോലെ എന്താ പറയുന്നത് തലകറക്കം ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരു കൃത്യമായ അസിസ്റ്റൻസ് കിട്ടണം. കാരണം നമ്മൾ വളണ്ടിയേഴ്സ് ഇവരെ കൂടെ തന്നെ ഉണ്ട്, ഓരോ വരികളിലുണ്ട്, ഓരോ സ്ഥലത്തും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ വളണ്ടിയേഴ്സിന് ആർക്കെങ്കിലും ക്ഷീണം തോന്നിയ സ്പോട്ടിലാണ്, അവിടുന്ന് നേരെ എടുക്കുന്നു, അത് കൃത്യമായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നു. മറ്റൊരു കാര്യമുണ്ട്, ഇവർക്കെല്ലാം സൗജന്യ കുടിവെള്ളം സംസ്ഥ വിതരണം ചെയ്യുന്നുണ്ട്. അവർ നിൽക്കുന്ന വരികളിലൊക്കെ അവർക്ക് സൗജന്യ കുടിവെള്ളം നിരന്തരമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സർവീസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ബെഡ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു താൽക്കാലിക ഹോസ്പിറ്റൽ. ഈ ക്യാമ്പ് നഗരിയിലും ഇതുപോലെ തന്നെ ഒരുക്കുന്നുണ്ട്. ഏകദേശം 10-20ഓളം ബെഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളൊരു ഹോസ്പിറ്റലിനകത്ത് മെഡിക്കൽ ബെഡുകളെല്ലാം ഈ സംവിധാനം ആവശ്യമുണ്ട്. കാരണം ഇത്രയും ആളുകൾ വരുന്നു, നമ്മൾ പറഞ്ഞ പോലെ എത്രയൊക്കെ ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ അതിനൊക്കെ വെല്ലുന്ന ചൂടുണ്ട് പകൽ സമയത്ത്. പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ ഒരു ടെറൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൂട് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഇനി എന്തെങ്കിലും ആളുകൾക്ക് ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഹോസ്പിറ്റലുണ്ട്, ആശ്രമിംസ് ഉണ്ട്, അതുപോലെ തന്നെ CM ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്നുള്ള എന്തെങ്കിലും ആളുകൾക്ക് അല്പം കൂടുതൽ തോന്നുകയാണെങ്കിൽ ആംബുലൻസ് സർവീസ്, നിരവധി ആംബുലൻസ് നമുക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട്. നേരത്തെ ആംബുലൻസിൽ എടുക്കുന്ന അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, കൃത്യമായ ശുശ്രൂഷ നൽകും. ഇതുവരെ അത്തരം ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിന് സജ്ജരാണ് എന്നുള്ളത് കൂടി അറിയിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ഇവിടുത്തെ സുരക്ഷ അതുകൂടി നമ്മളൊന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് വനിതകൾ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സെക്യൂരിറ്റി, ബാത്റൂം ഫെസിലിറ്റീസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് CCTV സംവിധാനങ്ങൾ ഈ ഒരു ഏകദേശം ഇതൊരു 5 ഏക്കറയിൽ പരന്ന് കിടക്കുന്നതാണ്, പാർക്കിംഗ് ഉൾപ്പെടെ ഒരു 5-5.5 ഏക്കറിൽ പരന്ന് കിടക്കുന്ന വലിയൊരു ഭൂമി. അപ്പോൾ എവിടെയും ഇതിൻ്റെ ഓരോ നീക്കങ്ങളും എപ്പോഴും വീക്ഷിക്കാനും അതോടൊപ്പം തന്നെ എപ്പോഴും അറിയാനുമൊക്കെയുള്ള വിശാലമായിട്ടുള്ള സംവിധാനം, അതിൻ്റെ ആളുകൾ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് അത് വിലയിരുത്തുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 100 കണക്കിന് CCTVകൾ ഇവിടെ സംവിധാനിച്ച് ഓരോ ഏരിയകളിലും, നമ്മൾ ഓരോ കൗണ്ടർ, ഓരോ പവലിയനിലും, പാർക്കിംഗ് ഏരിയകളിലും, ഓരോ സ്ലോട്ടുകൾ, എന്തിന് ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ച സ്ഥലങ്ങളിൽ വരെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും
ഓരോ സമയവും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഒരു ക്രമീകരണമാണ്. സംസ്ഥ എങ്ങനെയാണ് ഒരു സംവിധാനത്തിനകത്ത് ഓരോ ആളുകൾക്കും ഒരു സംവിധാനം കൊടുക്കുമ്പോൾ അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു. അതെ, അത് കൃത്യമാണ്. കാരണം വെറുതെ ആളുകളെ വിളിച്ചെടുത്ത എക്സ്പോ നടത്തുന്ന നിങ്ങൾ കൊണ്ട് കാണാൻ പോരെ എന്നുള്ളതല്ല. അവർ വരുമ്പോൾ അവർക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ടാകും. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെറിയ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഫീസിനെക്കാട്ടും വലിയ സേവനം അവർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ വലിയ കാഴ്ച തന്നെയാണ്, എക്സ്പോൻ്റെ വലിയ കാഴ്ച തന്നെയാണ് അതിലും വലിയ കാഴ്ച. എങ്കിൽ പോലും അവർ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സെക്യൂരിറ്റി കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ സംവിധാനമുണ്ട്, അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ അവരെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് മറ്റ് അപകടങ്ങളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും പറയുന്ന പോലെ വളണ്ടിയേഴ്സിൻ്റെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ ഇവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഫുൾ ടൈം നിരീക്ഷണമുണ്ട്. എക്സ്പോ നഗരിയുടെ ചേർന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫീസ്, സംഘാടക സമിതിയുടെ ഒരു ഓഫീസ് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം വളരെ നിർണായകമായ ഒരു സമയം, വളരെ നിർണായകമായ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച അതിൻ്റെ പിറകിൽ ഒരുപാട് ആളുകളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്. അവരെല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. പക്ഷേ പൂർത്തിയാക്കാത്ത വലിയ ലിസ്റ്റ് ഉണ്ട്. ഒരു പേര് പറഞ്ഞു തുടങ്ങിയാൽ ഒരു പക്ഷേ നമുക്ക് ആരെങ്കിലും വിട്ടുപോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ എങ്ങനെയുണ്ട് ഈ ഒരു എന്ത് പറയുന്നു, ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ? അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു എക്സ്പോയുടെ ആദ്യത്തെ ദിനമായിരുന്നു. സംസ്ഥയെ സ്നേഹിക്കുന്ന സ്ത്രീ ജനവിഭാഗങ്ങളിൽ നിന്ന് വളരെ വലിയ ഒരു വിഭാഗം വളരെ ദൂരെ നിന്ന് താല്പര്യത്തോടെ ഇന്നലെ മുതൽ പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അനുഭവമാണ്. കണ്ടവരൊക്കെ തന്നെയും വളരെ നല്ല അനുഭവമാണ് എക്സ്പോയെക്കുറിച്ച്, അതിൻ്റെ സ്റ്റാളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹക്കീം ഫൈസി, എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പും? ക്ഷീണിതനാണ്. തയ്യാറെടുപ്പ് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഗ്ലോബൽ എക്സ്പോ ആയിരിക്കുമെന്ന് നമ്മളവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് പറ്റാവുന്ന മാക്സിമം ഒരു ഏരിയയിൽ ഇന്നലെ ഇവിടേക്ക് വിശദീകരിച്ചതുപോലെയുള്ള കണ്ടൻറ്റുകൾ, അതിൻ്റെ ഭാഗങ്ങളെല്ലാം കൃത്യമായി നമ്മൾ സമയം ഇന്ന് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു. ഏകദേശം 9:10 കൂടെ നമ്മൾ ഗേറ്റ് തുറന്നു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളെ എന്ന രീതിയിൽ തന്നെ നമ്മൾ എത്രയായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഓൺലൈനിൽ? 10,000 രജിസ്ട്രേഷനാണ് നമ്മൾ ഇന്ന് ഒരു ദിവസം എൻട്രി എന്നുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ വെച്ചത്. പിന്നീട് പലപ്പോഴും പല ആളുകളും നമ്മളോട് വിളിച്ച് ചോദിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സമയത്ത് പോലും ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഫാമിലി അവർ ഷിപ്പ് മാർഗം വന്ന് 3 ദിവസമായി ഞങ്ങളിവിടെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഇതേ ചോദ്യം ചിലപ്പോൾ നമ്മൾ ഉസ്താദന്മാരും ചോദിച്ചിട്ടുണ്ടാകും, പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയൊരു സ്ത്രീ സമൂഹമാണ് ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ ഇത് സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതെങ്ങനെ, ഇതിപ്പം സാധാരണഗതിയിൽ ഓരോ ഉമ്മമാരും മക്കളുടെ കൈപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഒരു വീടകങ്ങളിലേക്ക് സമസ്ത എന്ന് പറയുന്ന ഇപ്പോൾ സമ്മേളനത്തിന് പോകുന്നത് പുരുഷന്മാരാണ്. ഒരു സ്ത്രീകളിലേക്ക് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വികാരം, അല്ലെങ്കിൽ സമസ്ത എന്ന് പറയുന്ന ഒരു ആശയത്തിനെ അവർക്ക് നേരിട്ട് ദർശിക്കാനും മനസ്സിലാക്കാനും അത് അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനൊക്കെ പ്രാപ്തമാകുന്ന തരത്തിലേക്ക് ഇവരുടെ ഈ ഒരു വരവും ഈ ഒരു സാന്നിധ്യമൊക്കെ ഉപകരിക്കും. എങ്ങനെയാണ് അതിനെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ രണ്ടാമത്തെ മദ്രസത്തുൽ ബനാത്താണ്. പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മദ്രസയാണ് സമസ്തയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നൊരു പ്രസ്ഥാനത്തിന് അതിൻ്റെ അകത്ത് നിന്ന് എന്തെല്ലാം അവർക്ക് നൽകാൻ കഴിയുമോ അത് നമ്മൾ മാക്സിമം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വരുമ്പോഴും അറിയാം, അതിൻ്റെ HR ടീമിനെ നോക്കിയാൽ അറിയാം, മുഴുവനും നമ്മുടെ കുട്ടികളാണ്, സ്ത്രീകൾ വണ്ടിയേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് ഇന്നിലാണെങ്കിലും ഔട്ടിലാണെങ്കിലും എല്ലാ ഭാഗത്തും ടിക്കറ്റ് മുതൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് മുതൽ ഉള്ളിലുള്ള എല്ലാ പവലിയനുകളും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ ഏരിയകളും കൺട്രോൾ ചെയ്യുന്നത്, തിരക്കുകളെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ഒരു സ്ത്രീ സമൂഹമാണ്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നമുക്കൊരു നല്ല വിങ്ങുകൾ പുറത്തുണ്ട്, പക്ഷേ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലാവണമെന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വിങ്ങുകളെയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ ദിവസങ്ങളോളം എടുത്ത് നമ്മൾ കൊടുത്ത് തയ്യാർ ചെയ്തൊരു ടീം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ മനോഹരമായിട്ട് അവരത് കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 2ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 2ാം ദിവസത്തെ തയ്യാറെടുപ്പും സ്ത്രീകൾക്ക് തന്നെയാണ്. തിരക്കുകൾ ഇപ്പോൾ ടിക്കറ്റ് ഡയറക്റ്റ് ടിക്കറ്റിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് നമ്മൾ 2ാം ദിവസത്തേക്ക് അലോഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എങ്ങനെ അവർക്ക് കുറച്ചധികം സമയമൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള എങ്ങനെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമ്മുടെ എക്സ്പോയിലേക്ക് ഒരാൾ കയറിയാൽ ഇറങ്ങുന്നത് വരെ കൃത്യമായി ഓരോ വിഷയങ്ങളും പഠിച്ച് പുറത്തിറങ്ങുകയാണെങ്കിൽ 3 മണിക്കൂർ സമയം ഏറ്റവും കുറഞ്ഞതെടുക്കണം.
അപ്പോൾ ആ രീതിയിൽ അവരെ കാണിക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ 10,000 ടിക്കറ്റ് എന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നാളെയും ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമാക്കാൻ നമ്മൾ പറയാനുള്ളൊരു കാരണം, ഒന്ന് നമ്മുടെ ഈ ഒരു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും മാക്സിമം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നാളെ നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റുകളെ പ്രൊമോട്ട് ചെയ്യാതെ ഇവിടെ വന്നിട്ടുള്ള ടിക്കറ്റുകളില്ല എന്ന് പ്രത്യേകം പറയുന്നത്. മാത്രമല്ല, നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതുകൊണ്ടും നാളെ എന്തായാലും ഇവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ നാട്ടുകാരുടെ ഒരു സഹകരണം, അവരുടെ വീട് മുറ്റങ്ങളിലൊക്കെ നിസ്കാരത്തിനും പാർക്കിങ്ങിനും വുളു എടുക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സൗകര്യം, വീടകങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നു. നമ്മളൊക്കെ കണ്ട കുറച്ച് കാഴ്ചകളാണത്. അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ എനിക്ക് തോന്നുന്നു രാത്രി 11 മണിക്ക് ശേഷം നമ്മൾ ഇവിടുത്തെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ വിളിക്കുമ്പോൾ ഒരു കൂട്ടം യുവാക്കൾ കടന്നു വരികയാണ്. എന്നുവെച്ചാൽ രാത്രി 11 മണിക്ക് ശേഷം ഇവിടെ അവർ സജീവമാണ്. ഇവിടെ വീടകങ്ങൾ മുഴുവനും നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി അവർ തുറന്നിട്ടിരിക്കുകയാണ്. അവർക്ക് നിസ്കരിക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും അവരുടെ മക്കളുടെയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആതിഥേയത്വ മര്യാദയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു നാട്ടിലാണ് സമസ്ത സമ്മേളനം നടത്തുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഇതിനുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പുറത്തൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയൊരു ജനബാഹുല്യം വന്നിട്ട് പോലും ഈ രീതിയിൽ ഇതിനെ ക്രമീകരിക്കാൻ കഴിഞ്ഞത് ഈ നാട്ടുകാരുടെ നസീമമായ സഹകരണം കൊണ്ട് മാത്രമാണ്. വഴിയോരത്തൊക്കെ ശരിക്കും വെള്ളം ഭക്ഷണം ഒക്കെ വഴിയോരത്ത് ഫ്രീ ആയിട്ട് നാട്ടുകാരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുമ്പോഴേ പ്രായമുള്ള ആളുകൾ, കുട്ടികൾ, മുതിർന്ന ആളുകളൊക്കെ തന്നെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ്, ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ്, അവർക്കുള്ള സൗകര്യം കൊടുത്തു കൊടുക്കുകയാണ്. നമ്മൾ കണ്ടപ്പോൾ സന്തോഷം കണ്ണ് നിറഞ്ഞു പോയി. ആരും പറഞ്ഞുകൊണ്ടല്ല, ആളുകളിങ്ങനെ വരുമ്പോഴേ അവരിങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോഴേ അവിടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു താല്പര്യത്തിൻ്റെ, ഒരു ദയയുടെ, ഒരു കമ്പാഷൻ്റെ വളരെ നല്ല സന്തോഷകരമായൊരവസ്ഥയാണ്. നാട്ടുകാരുടെ ഒരു സഹകരണം വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എങ്ങനെ ഹാപ്പിയാണ്? ഇതിൽ പറയേണ്ടത്, ഇവിടെ കാസർഗോഡിലേക്ക് വന്നപ്പോൾ ഒരുപാട് മദ്രസകൾ ഞങ്ങൾ ഇന്നലെ മദ്രസ മാനേജ്മെൻറ്റ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിരുന്നു. ജില്ലയിലെ കണ്ണൂരിൽ നിന്ന് വരുന്ന തൃക്കരിപ്പൂരം മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെയുള്ള എല്ലാ മദ്രസ പള്ളിയുടെ കമ്പൗണ്ടിൻ്റെ അകത്ത് തുറന്നു കൊടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സുബഹിക്ക് നോക്കുമ്പോഴേക്ക് കളനാട് ജമാഅത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. 3 ബസ് ആളുകൾ രാവിലെ സുബഹിക്ക് മുമ്പ് ഞങ്ങളുടെ മഹലിലേക്ക് എത്തി. അവർക്ക് മദ്രസയും ചുറ്റുഭാഗത്തുള്ള ബാത്റൂമും അതുപോലെ തന്നെ വീടുകളും 3 ബസ്സിൽ വന്ന മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാനും നിസ്കരിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്താൽ രാവിലെ ഒരു മെസ്സേജ്, ഇന്നലെ ഞങ്ങളൊരു മെസ്സേജ് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നു സുബഹിക്ക് ചെയ്തു കൊടുത്തതിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അങ്ങനെ തൃക്കരിപ്പൂര് മുതൽ അങ്ങ് മഞ്ചേശ്വരം ഇങ്ങോട്ട് സുല്യ വരെയുള്ള എല്ലാ ഈ വരുന്ന എക്സ്പോയിലേക്ക് വരുന്ന മുഴുവൻ വഴികളിലെയും പള്ളികളുടെയും മദ്രസയുടെയും ബാത്റൂം അടക്കം മദ്രസ അടക്കം നിസ്കരിക്കാനും ചുറ്റുഭാഗത്തുള്ള വീടുകൾ അതിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാസർഗോഡ് ജില്ലക്കാർ ചെയ്ത ഏറ്റവും വലിയ ആതിഥേയത്വ മര്യാദയുടെ ഭാഗമാണ്. മറ്റൊന്ന്, നേരത്തെ പൈസ സൂചിപ്പിച്ചതുപോലെ തിരക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. അതിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ കൺവീനറാണ് ഞാൻ. പോലീസ് ഉദ്യോഗസ്ഥരുമായി നല്ല സഹകരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. യഥാർത്ഥത്തിൽ അവർ മിനിയാന്ന് പറഞ്ഞപ്പോൾ ഒരു റോഡ് മൊത്തമായിട്ട് വിട്ടുവരില്ല എന്ന് പറഞ്ഞു. നേരത്തെ ബ്ലോക്ക് കണ്ടപ്പോൾ 2 സർവീസ് റോഡുകളും എക്സ്പോക്ക് വേണ്ടി മുഴുവനായും അവർ വിട്ടു വന്നു. ഒരു വണ്ടി പോലും നമ്മുടെ എക്സ്പോർട്ട് അതല്ലാതെ നമ്മളെ വോളണ്ടിയർ കടത്തി വിടുന്ന വണ്ടിയല്ലാതെ ഒരു വണ്ടി പോലും ഈ വഴി 2 റോഡിൽ വിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, അവർ ഹൈവേയിൽ കൂടി ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഹൈവേയിൽ കൂടി വാളെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഹൈവേ അതോറിറ്റിയുടെ നിയമമാണ്. പക്ഷേ എന്നിട്ട് വരെ പോലീസ് ഉദ്യോഗസ്ഥർ SP അടക്കം ഇവിടുത്തെ ആളുകൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. എന്നിട്ടും അവർ നമ്മളോട് സഹകരിച്ചു കൊണ്ട് പോലീസുകാർ നമ്മളെ കൂടെ തന്നെ നടക്കുകയും SCA അടക്കം DVSP അടക്കം വന്നിട്ട് നമ്മളെ കൂടെ തന്നെ നടക്കുകയും വോളണ്ടിയേഴ്സിൻ്റെ കൂടെ നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അത് വലിയ പോലീസ് ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ ഒരു സഹകരണമാണ്. മൊത്തത്തിലുള്ള ഒരു സഹകരണം എന്തായിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തുണ്ടായി. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ സഹകരണമുണ്ട്. കാരണം ഒരു വലിയ ഇവൻറ്റ് നടക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങൾ, അവിടുത്തെ ലോക്കൽ ഭരണകൂടങ്ങൾ, അതുപോലെ പോലീസ്, ബാക്കി സംവിധാനങ്ങളുടെ എല്ലാത്തിൻ്റെയും സഹകരണം കൂടി വളരെ വലുതാണ്. അതെല്ലാം കൃത്യമായിട്ട് ഈ സമ്മേളനത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. നമ്മൾ തൊട്ട് മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു 5-8 ദിവസത്തോളം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വന്ന ദിവസങ്ങളിലൊന്നും ഇവിടെ പ്രധാന സമ്മേളന നഗരിയുടെ ഭാഗത്ത് ഒരു ഉയർച്ചയുള്ള സ്ഥലമാണ്. തൊട്ടു താഴെ സമ്മേളന നഗരിയാണ്. അവിടെ കൈവരികളില്ല. പക്ഷേ ഉടനെ തന്നെ NHAയുടെ ഉദ്യോഗസ്ഥർക്ക് പോലീസിൽ നിന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ പ്രപ്പോസൽ പോകുന്നു. ഉടനെ അവിടെ ഇരുമ്പ് കൈവരികൾ സ്ഥാപിക്കുന്നു.
മറ്റ് റോഡിലെ കുണ്ടും കുഴികളും മൺതിട്ടകളും ഒക്കെ നീക്കം ചെയ്യാൻ നിരന്തരം JCBകൾ വരുന്നു, സംവിധാനിക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സമസ്തക്ക് മാത്രം കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഏതായിരുന്നാലും ക്യാമ്പിലെ വിശേഷങ്ങൾ നമ്മൾ തുടരും. ഏതായിരുന്നാലും എക്സ്പോയിലെ ഈ വിശേഷങ്ങൾ അതെ അവസാനിക്കുന്നില്ല. ക്യാമ്പിലെ വിശേഷങ്ങളും അതേപോലെ സംസ്ഥ 100ാം വാർഷിക സമ്മേളനത്തിലെ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. നിരന്തര കാഴ്ചകളായി സുപ്രഭാതം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സുപ്രഭാതത്തിൻ്റെ കൂടെ നിങ്ങളും തുടരുക അല്ലേ? യെസ്, താങ്ക് യു.